കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സാധാരണക്കാരുടെ ജീവിതം മാത്രം ഒഴുകുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ഉടുമ്പന്നൂർ. പച്ചപ്പും നിശ്ശബ്ദതയും മാത്രം നിറഞ്ഞ ആ ഗ്രാമം ഒരിക്കൽ കേരളം മുഴുവൻ ഞെട്ടിപ്പിച്ച ഒരു രഹസ്യക്കേസിന്റെ കേന്ദ്രമായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഒരു ദിവസം ഗ്രാമത്തിനടുത്തുള്ള ഏകദേശം 60 അടി ആഴമുള്ള ഒരു കുളത്തിൽ നിന്ന് പോലീസ് ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തുന്നു. ചളിയും വെള്ളവും നിറഞ്ഞ് പ്രവർത്തനശേഷി നഷ്ടപ്പെട്ടിരിക്കുമെന്ന് എല്ലാവരും കരുതിയ ആ ഫോൺ, പക്ഷേ ആ ഒരൊറ്റ വസ്തുവാണ് ഈ കേസിന്റെ ദിശ തന്നെ മാറ്റിമറിച്ചത്. ഇത് ഒരു സാധാരണ മരണകേസായിരിക്കുമെന്ന് ആദ്യം കരുതിയവർ പിന്നീട് അത് സംശയങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ ഒരു ദുരൂഹ കൊലപാതകമായി മാറുന്നത് കണ്ടു. ഗ്രാമത്തിൽ പ്രിയപ്പെട്ടവളായിരുന്ന ഒരു സ്ത്രീയുടെ മരണമാണ് ഈ കഥയുടെ തുടക്കം. പുറമേ നോക്കുമ്പോൾ എല്ലാം സാധാരണമായി തോന്നിയെങ്കിലും ആ മരണത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കഥ ആരെയും നടുക്കുന്നതായിരുന്നു. അവളുടെ മരണത്തിൽ ആദ്യം സംശയം തോന്നിയില്ല, പക്ഷേ ദിവസങ്ങൾ കടന്നുപോകുന്തോറും അവളുടെ ജീവിതത്തിലെ ചില ഭാഗങ്ങൾ പതുക്കെ പുറത്തുവരാൻ തുടങ്ങി. ബന്ധങ്ങൾ, വാക്കുതർക്കങ്ങൾ, ചിലരോടുള്ള വിരോധങ്ങൾ എല്ലാം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി. അന്വേഷണം പുരോഗമിക്കുമ്പോൾ സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തി. ഒരാൾ പറഞ്ഞത് മറ്റൊരാൾ നിഷേധിച്ചു. ചിലർ മൗനം പാലിച്ചു, ചിലർ കഥകൾ മാറ്റിപ്പറഞ്ഞു. സത്യം എവിടെയാണെന്ന് പോലീസ് പോലും ഒരു ഘട്ടത്തിൽ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് ആ കുളത്തിൽ നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോൺ അന്വേഷണത്തിലെ നിർണായക ഘടകമായി മാറുന്നത്. ആ ഫോൺ വീണ്ടെടുക്കുകയും ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്തു. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആ ഫോണിൽ നിന്ന് ചില പ്രധാന വിവരങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. അവസാനമായി നടത്തിയ കോളുകൾ, സന്ദേശങ്ങൾ, ഡിലീറ്റ് ചെയ്ത ഡാറ്റയുടെ ചില ഭാഗങ്ങൾ എല്ലാം ചേർന്ന് ഒരു പുതിയ കഥ പറയാൻ തുടങ്ങി. അതുവരെ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് തെളിയിച്ചു. ഈ കേസിൽ നീതിയും ഗൂഢാലോചനയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നമ്മൾ കാണുന്നത്. ചിലർ സത്യം മറയ്ക്കാൻ ശ്രമിച്ചു, ചിലർ സ്വന്തം താൽപര്യങ്ങൾക്കായി വഴിതിരിച്ചു. പക്ഷേ ഓരോ ചെറിയ തെളിവും ഒടുവിൽ വലിയ സത്യത്തിലേക്കാണ് നയിച്ചത്. ഈ കഥ ഒരു സ്ത്രീയുടെ മരണം മാത്രമല്ല. ഇത് വിശ്വാസവഞ്ചനയുടെ കഥയാണ്. ഇത് സംശയങ്ങളുടെ കഥയാണ്. ഇത് നീതിക്കായി നടന്ന ഒരു നീണ്ട പോരാട്ടത്തിന്റെ കഥയാണ്. കേരളത്തെ നടുക്കിയ ഈ കേസ് നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. സത്യം എത്ര ആഴത്തിൽ മറച്ചാലും ഒരുനാൾ അത് പുറത്തുവരും. ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ മറഞ്ഞുകിടന്ന ഒരു മൊബൈൽ ഫോണിന് പോലും ഒരു കൊലപാതകത്തിന്റെ മുഴുവൻ കഥ പറയാൻ കഴിയുമെങ്കിൽ സത്യത്തിന് എത്ര ശക്തിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. റിയൽ ക്രൈം കഥകൾ നിങ്ങളെ ആകർഷിക്കുന്നവരാണെങ്കിൽ, ഇന്ത്യൻ മിസ്റ്ററി കേസുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നീതി ജയിക്കുമോ എന്ന ചോദ്യം നിങ്ങളെ ചിന്തിപ്പിക്കുന്നവരാണെങ്കിൽ, ഈ കഥ നിങ്ങളെ അവസാന നിമിഷം വരെ പിടിച്ചിരുത്തും.